രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ശബരിമല യുവതീ പ്രവേശന വിവാദം വീണ്ടും സുപ്രീം കോടതിയുടെ പടിവാതിൽക്കൽ എത്തുമ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പോര് മുറുകുന്നു. പുനഃപരിശോധനാ ഹർജികൾ കോടതി പരിഗണിക്കാനിരിക്കെ വിഷയത്തിൽ CPIM സ്വീകരിക്കുന്ന മൃദുസമീപനം ശ്രദ്ധേയമാവുകയാണ്. മാറാത്തതായി ഒന്നുമില്ല എന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നിർണായക നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ശബരിമല വിഷയത്തിൽ മുമ്പ് സ്വീകരിച്ച കടുത്ത നിലപാടുകളിൽ നിന്ന് CPIM പിന്നോട്ട് പോകുന്നുവോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് MV ഗോവിന്ദൻ മാറാത്തതായി ഒന്നുമില്ല എന്ന് വ്യക്തമാക്കിയത്. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം പാർട്ടി നിലപാട് വിശദീകരിച്ചത്. വിശ്വാസികളുടെ താല്പര്യവും ജനാധിപത്യപരമായ അന്തസ്സും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇപ്പോൾ പാർട്ടിയുടെ കാഴ്ചപ്പാട്. കോടതി വിധി നടപ്പാക്കുക എന്ന ഭരണഘടനാപരമായ ബാധ്യതയായിരുന്നു മുൻപ് സർക്കാർ നിർവഹിച്ചതെന്നും കോടതിയുടെ പുതിയ തീരുമാനങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാമെന്നുമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കോടതി പറഞ്ഞപ്പോഴാണ് യുവതികളെ കയറ്റിയത്. ഇനി കോടതി എന്ത് പറയുന്നുവോ അതനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കുമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട അടുത്തിടെ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചും MV ഗോവിന്ദൻ രൂക്ഷമായി പ്രതികരിച്ചു. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ട് പൂർണ്ണമല്ലെന്നും അത് ദേവസ്വം ബോർഡിന്റെ മുന്നിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്ന ആരോപണങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. റിപ്പോർട്ട് തികച്ചും തെറ്റായ വിവരങ്ങൾ അടങ്ങിയതാണെന്നും അപാകതകൾ നിറഞ്ഞതാണെന്നും പറഞ്ഞ അദ്ദേഹം പൂർണ്ണമായ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവൂ എന്ന് വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ സ്വീകരിച്ച മുൻ നിലപാട് തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് നായർ സർവീസ് സൊസൈറ്റി. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ആലപ്പുഴയിൽ വെച്ച് തന്റെ നിലപാട് ആവർത്തിച്ചു. ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നും സർക്കാർ തന്റെ പഴയ സത്യവാങ്മൂലം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുവതീ പ്രവേശനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ യഥാർത്ഥ കക്ഷികളല്ലെന്നും NSS മാത്രമാണ് ആചാരങ്ങൾക്കായി കോടതിയിൽ ഉറച്ചു നിൽക്കുന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. പഴയ വാശിയിലും ഉശിരിലും തന്നെ NSS ഈ കേസ് നടത്തും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വാസ സമൂഹത്തിന് വലിയ ആവേശം നൽകുന്നതാണ്. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ശബരിമല പുനഃപരിശോധനാ ഹർജികൾ തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2019 ഹർജികൾ വിശാല ബെഞ്ചിന് വിട്ടതിനു ശേഷം ഇതാദ്യമായാണ് വിഷയം കോടതിയുടെ സജീവ പരിഗണനയിൽ വരുന്നത്. 9-അംഗ ഭരണഘടനാ ബെഞ്ച് എന്നു മുതൽ വാദം കേൾക്കണമെന്ന കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമുണ്ടായേക്കും. 2018 സെപ്റ്റംബർ 28 വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിൽ കോടതി സ്വീകരിക്കുന്ന നിലപാട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ വൻതോതിൽ സ്വാധീനിക്കും. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ശബരിമല വിഷയം വീണ്ടും ചർച്ചയാകുന്നത് ഇടതുമുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകിയ ഈ വിഷയം ഇത്തവണ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ് CPIM ശ്രമിക്കുന്നത്. വിശ്വാസികളെ പിണക്കാതെ തന്നെ കോടതി വിധിക്ക് അനുസൃതമായി മുന്നോട്ട് പോകാനാണ് ഗോവിന്ദന്റെ ശ്രമം. പ്രതിപക്ഷമായ UDF-ഉം BJP-യും ഈ വിഷയത്തെ വൈകാരികമായി ഉയർത്തിക്കാട്ടി വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്നുണ്ട്. സർക്കാർ കോടതിയിൽ എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ.